സംസ്കാരശേഷ അന്യഃ വിരാമപ്രത്യയാഭ്യാസപൂർവ. വിരാമം എന്ന് വെച്ചാൽ വിരമ്യതേ അനേന ഇത് വിരാമത്തിന് കാരണമായ. അപ്പോൾ ഈ സംപ്രജ്ഞാത സമാധിക്ക് ശേഷം ആണല്ലോ നമുക്ക് അസംപ്രജ്ഞാത സമാധി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു വിരാമത്തിന് ഒരു കാരണം വേണമല്ലോ. അപ്പോൾ ആ വിരാമത്തിന് കാരണമായ പ്രത്യയങ്ങളുടെ അഭ്യാസം കൊണ്ടുണ്ടാകുന്നതാണ് വിരാമ പ്രത്യയം. ചെല്ലട ജ്ഞാനം എന്നുള്ള അർത്ഥമാണ് ഈ യോഗസൂത്രത്തിൽ പ്രത്യയം എന്നുള്ള പദത്തിന് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. വിരാമ പ്രത്യയ അഭ്യാസപൂർവ. അതിന് പിന്നെ വീണ്ടും അഭ്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും ആ ധ്യേയ വസ്തുവിൽ ആത്മാവിനെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ്. അത് സംസ്കാരശേഷ അന്യഃ. അന്യഃ എന്ന് വെച്ചാൽ അന്യഃ അസംപ്രജ്ഞാത ഇത്യർത്ഥം. അപ്പോൾ ഇവിടെ അന്യശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മൾ സംപ്രജ്ഞാത സമാധിയെ പറഞ്ഞു കഴിഞ്ഞു. അന്യഃ എന്നുള്ളത് കൊണ്ട് അസംപ്രജ്ഞാത എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതായത് സാലംബന വൃത്തികളുടെ എല്ലാം നിരോധമായ പരമവൈരാഗ്യ പ്രത്യയത്തിൻ്റെ അഭ്യാസം കൊണ്ട് സിദ്ധി. അതിവിടെ എഴുതി ഞാൻ വെച്ചേക്കാം. സാലംബന വൃത്തികളുടെ എല്ലാം നിരോധമായ പരവൈരാഗ്യ പ്രത്യയത്തിൻ്റെ അഭ്യാസം കൊണ്ട് സിദ്ധിക്കുന്നതും സംസ്കാരം മാത്രം ബാക്കി നിൽക്കുന്നതുമായ സമാധിയാണ് സംസ്കാരശേഷം. സംസ്കാരം മാത്രം, എല്ലാ വൃത്തികളും നിരോധിച്ച് കഴിഞ്ഞിട്ട് സംസ്കാരം മാത്രം അവശേഷിക്കുന്നത്, അതാണ് അസംപ്രജ്ഞാതമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിരാമത്തിന് കാരണമായ പ്രത്യയങ്ങളുടെ വിരാമ പ്രത്യയ അഭ്യാസം, അതിൻ്റെ അഭ്യാസം കൊണ്ടുണ്ടാകുന്നതും സംസ്കാരം മാത്രം അവശേഷിച്ചതുമായ സമാധിയാണ് അസംപ്രജ്ഞ. അപ്പോൾ എല്ലാ വ്യാപാരങ്ങളും നിരോധിക്കപ്പെട്ട് സംസ്കാരം മാത്രം നിലനിൽക്കുന്നതായ സമാധി അസംപ്രജ്ഞാത സമാധി. അപ്പോൾ ചിത്തത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളും നിരോധിക്കപ്പെട്ട ശേഷം സംസ്കാരം മാത്രം. ഇവിടെ മറ്റു പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാന ലയ വികൽപ്പ അപേക്ഷയ അദ്വിതീയേ വസ്തുനി. ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ അങ്ങനെയാണ്. അദ്വിതീയേ വസ്തുനി തദാകാരാകാരിതായ ചിത്തവൃത്തേഹേ അവസ്ഥാനം. അപ്പം ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും ഈ ത്രിപുടി ഭേദങ്ങളെല്ലാം ലയിച്ച് കഴിഞ്ഞിട്ട് അതാണ് ജ്ഞാന വികൽപ്പ ലയ അപേക്ഷ. ഈ വികൽപ്പങ്ങളെല്ലാം ത്രിപുടി ഭേദങ്ങളെല്ലാം ലയിച്ച് കഴിഞ്ഞ് അദ്വിതീയേ വസ്തുനി, അദ്വിതീയം ഏത് വസ്തുവിനെയാണോ നമ്മൾ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്, തദാകാരാകാരിതായ ചിത്തവൃത്തേരവസ്ഥാനം, ആ രൂപത്തിൽ നമ്മുടെ ചിത്തവൃത്തി നിലനിൽക്കുന്നതിനെയാണ് നിർവികൽപക സമാധി എന്ന് പറഞ്ഞേക്കുന്നത്. സവികൽപ്പമൊക്കെ കഴിഞ്ഞു പ്രദീപ്, ഇത് നിർവികൽപകമായി. നിർവികൽപകം തന്നെയാണ് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. ഉണ്ട്. അതപ്പം ത്രിപുടി ഭേദത്തോടു കൂടിയുള്ള ലയം, അതാണ് അസംപ്രജ്ഞാതം. ത്രിപുടി ബോധത്തോടു കൂടിയുള്ളതാണ് സംപ്രജ്ഞാതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സവികൽപ്പകം നിർവികൽപ്പകം എന്ന്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, അതാണ് ത്രിപുടി. അറിയുന്നയാൾ, അറിവ്, അറിയുന്ന വസ്തു, അങ്ങനെ ത്രിപുടി ഭേദം. വൃത്തികളെല്ലാം നിരോധിക്കും. അപ്പോൾ ആ അദ്വിതീയമായ വസ്തു മാത്രം പ്രകാശിക്കും എന്നുള്ളതാണ്. അപ്പം അതിനെ നേതി എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെയും നിരാകരിച്ച് അവസാനം സംസ്കാരം എന്ന് വെച്ചാൽ നമുക്കൊരു ബോധം ഉണ്ടാകണമല്ലോ. അപ്പോൾ വൃത്തികളൊന്നുമില്ല, എല്ലാ വൃത്തികളും നിരോധിക്കപ്പെട്ടു. വിരാമപ്രത്യയാഭ്യാസപൂർവ സംസ്കാരശേഷ അന്യ. അതായത് വിരാമത്തിന് കാരണമായിട്ടുള്ളതായ എല്ലാ പ്രത്യയങ്ങളും ആ പ്രത്യയങ്ങളുടെയൊക്കെ വീണ്ടുമുള്ളതായ അഭ്യാസം കൊണ്ടും ഉണ്ടാക്കുന്നതും അതുപോലെ സംസ്കാരം മാത്രം അവശേഷിച്ചതുമായ, അതും പിന്നെ സംസ്കാരവും ഇല്ലാതാകുന്നു എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. ഓരോന്നിനെയും നേതി എന്ന് പറഞ്ഞിട്ട് ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെ നിരാകരിച്ച് അദ്വിതീയമായ വസ്തു മാത്രം ഭാസിക്കുന്നതാണ് നിർവികൽപക സമാധി. അപ്പോൾ ആ നിർവികൽപക സമാധിക്ക് ഇവിടെയും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഈ നിർവികൽപക ഇവിടെ നിർവികൽപ്പ അല്ലല്ലോ, അസംപ്രജ്ഞാത സമാധിക്ക്
ഈ അസംപ്രജ്ഞാത സമാധിയെ തന്നെയാണ് നിർബീജ സമാധി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഇത് ഭാഷ്യത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇഹ ചതുർവിധ ചിത്തസ്യ പരിണാമ. ഈ നിർവികൽപക സമാധിയിൽ അല്ലെങ്കിൽ ഇവിടെ അസംപ്രജ്ഞാത സമാധിയിൽ ചിത്തത്തിന് 4 രീതിയിലുള്ള പരിണാമം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അസംപ്രജ്ഞാത സമാധി ഏതൊക്കെയാണെന്ന് പറയാം. വ്യുത്ഥാനം, ഇതൊക്കെ പറയണോ? വ്യുത്ഥാനം, സമാധി പ്രാരംഭം, അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്കിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ, ഈ പുസ്തകത്തിലുള്ള ഏകാഗ്രത, നിരോധ. വ്യുത്ഥാനം, നേരത്തെ നമ്മൾ 5 ഭൂമികളുണ്ടെന്ന് പറഞ്ഞല്ലോ. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. അതുപോലെ ഈ അസംപ്രജ്ഞാത സമാധിക്ക് 4 രീതിയിലുള്ള പരിണാമങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്. വ്യുത്ഥാനം, സമാധി പ്രാരംഭം, ഏകാഗ്രത, നിരോധം എന്നിങ്ങനെ. ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട് എന്താ നിർവികൽപക സമാധിക്ക് 4 വിഘ്നങ്ങളുണ്ട് എന്ന് മാണ്ഡ്യൂക്യ ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്, കാരികയിൽ പറയുന്നുണ്ട്. അപ്പം ലയം അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറെ പേരിലാണെന്നേ ഉള്ളൂ. ലയം, വിക്ഷിപ്തം, കഷായം, രസാസ്വാദം എന്നിങ്ങനെ 4 വിഘ്നങ്ങൾ നിർവികൽപക സമാധിക്ക് ഉണ്ട്. അതായത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ശ്ലോകത്തിൽ ലയേ സംബോധയേ ചിത്തം വിക്ഷിപ്തം ശമയേത് പുനഃ സ കഷായം വിജാനീയാത് സമപ്രാപ്തം ന ചാലയേത് ന ആസ്വാദയേത് രസം തത്ര നിസ്സംഗ പ്രജ്ഞയാ ഭവേത് നിശ്ചലം നിശ്ചരശ്ചിത്തം ഏകീകുര്യാത് പ്രയത്നതഃ എന്നാണ്. അപ്പോഴാണ് അവസാനം, അതായത് ലയം, വിക്ഷിപ്തം, കഷായം, രസാസ്വാദം ഇങ്ങനെയുണ്ട്. അപ്പം 4 വിഘ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ലയം എന്ന് വെച്ചാൽ നമ്മളങ്ങ് ശരിക്കും ഉറങ്ങിപ്പോകുക എന്നുള്ള അവസ്ഥയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ ഉദ്ബുദ്ധമാക്കണം. ലയേ സംബോധയേ ചിത്തം. പിന്നെ വിക്ഷിപ്തം, അതായത് പല പല വിഷയങ്ങളിലേക്ക് അങ്ങ് കൂടെ പോവുകയും കൂടെ വരികയും ചെയ്യുക. അപ്പം വിക്ഷിപ്തം ശമയേ പുനഃ, നമ്മുടെ മനസ്സിനെ നമ്മൾ അളക്കണം. സ കഷായം വിജാനീയാത്, അതായത് രസങ്ങളെയൊക്കെ ആസ്വദിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ രസാസ്വാദനം സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം സകഷായം വിജാനീയാത്, അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ശമപ്രാപ്തം, അതിനെ അടക്കിയിട്ട് ചാലയെ, പിന്നെ അതിൽ നിന്ന് അതിനെ മാറ്റരുത് എന്നാണ്. ആസ്വാദയേ രസന്തത്ത്, അതൊരു ശരിക്കും സവികൽപക സമാധിയുടെ തലമാണത്, രസാസ്വാദം എന്ന് പറയുന്നത്. ആസ്വാദയേ രസന്തത്ര, അവിടെ നമ്മൾ ഈ വസ്തുവിൻ്റെ ആസ്വാദനം ഒന്നും നടത്തരുതെന്നാണ്. അവിടെ നമ്മൾ എന്തായിട്ടിരിക്കുന്നത്? ആസ്വാദയേ രസന്തത്ര നിസ്സംഗ പ്രജ്ഞയാ ഭവേതെന്ന്. നമ്മൾ നിസ്സംഗനായിട്ടിരിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ നിസ്സംഗനായിരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ നിശ്ചലം നിശ്ചരശ്ചിത്തം, നിശ്ചലവുമായ ചിത്തത്തിൽ ഏകീകുര്യാ പ്രയത്നതഃ, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. അതാണ് അങ്ങനെയാണ് ഈ നിർവികൽപക സമാധിയുടെ 4 വിഘ്നങ്ങളെക്കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. മാണ്ഡൂക്യ കാരികയിലാണ് പറഞ്ഞിരിക്കുന്നത്. ലയേ സംബോധയേ ചിത്തം വിക്ഷിപ്തം ശമയേത് പുനഃ സ കഷായം വിജാനീയാത് ശമപ്രാപ്തം ന ചാലയേത് ആസ്വാദയേത് രസം തത്ര നിസ്സംഗ പ്രജ്ഞയാ ഭവേത് നിശ്ചരശ്ചിത്തം ഏകീകുര്യാത് പ്രയത്നത. അതുതന്നെയാണ് ഇവിടെ വ്യുത്ഥാനമെന്നും സമാധി പ്രാരംഭമെന്നും ഏകാഗ്രത എന്നും നിരോധമെന്നും ഒക്കെ പറഞ്ഞേക്കുന്ന ചിത്തത്തിൻ്റെ പരിണാമങ്ങളായിട്ട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് എനിക്ക് അറിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിടാം. എനിക്ക് ഇപ്പം നമ്മൾ സംപ്രജ്ഞാത സമാധിയെക്കുറിച്ചും അസംപ്രജ്ഞാത സമാധിയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ഇനി ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഏകദേശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞത്. തദേവ യോഗസ്യ സ്വരൂപം ഭേദം ച സംക്ഷേപേണ ഉപായാംശ്ച അവിധ്യായ വിസ്തരേണ ഉപായം യോഗാഭ്യാസ പ്രദർശന പൂർവകം. അപ്പം ഇനി ഇത് നമ്മൾ ആ സമാധി സ്ഥലത്ത് എത്താൻ പറ്റാത്ത ചിലതൊക്കെ ഉണ്ടല്ലോ. യോഗഭ്രഷ്ടന്മാർ, യോഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ കുറേ ആൾക്കാരുണ്ട്. അതവർക്ക് അവരുടെ സമാധിയുടെ പേരാണ് ഭവപ്രത്യേക വിദേഹ പ്രകൃതിലയാനാം.